ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നാം എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വചനമാണ്. സ്വർഗത്തിൽ നിന്നോ നമ്മുടെ ചുറ്റുപാട് നിന്നോ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ എന്നൊക്കെ കേൾക്കാൻ നാം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പുറപ്പാട് 24 സീനായി മലമുകളിലൊരു ദൈവാവിഷ്കരണം നടന്നു. അതിന് സമമായി മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ താബോർ മലയിൽ ഒരു മിശിഹാവിഷ്കരണം നടന്നു. ഗലീലയിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും മനോഹരവുമായ പർവ്വതമാണ് താബോർ. ഇന്നിവിടം വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞിയാണ് അവിടെ ദൈവാലയമൊക്കെ പണിതുയർത്തിയത്. മലമുകളിലേക്ക് കയറുന്നതിന് പ്രത്യേക ചെറുവാഹനങ്ങളിലാണ് തീർത്ഥാടകരെ മുകളിലെത്തിക്കുന്നത്. അവിടെ കാലുകുത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ദൈവാനുഭവം നമുക്കുണ്ടാവും. അത് പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ്. ഈശോയുടെ പ്രിയ ശിഷ്യരായ കോർ കമ്മിറ്റി അംഗങ്ങളെന്ന് പറയാം. പത്രോസും യാക്കോബും യോഹന്നാനും. ഈ 3 പേരെ മാത്രമേ ഈശോ കൂടെ കൊണ്ടുവരികയുള്ളൂ. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അല്പസമയത്തേക്ക് താബോർ മല സ്വർഗമായി മാറി. ഈശോ തന്നെ തന്നെ അങ്ങ് വെളിപ്പെടുത്തി. ദൈവപുത്രനാണെന്ന് കൂടെ പോയവർക്ക് മനസ്സിലായി. ഈശോ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പ്രവാചക പ്രമുഖനായ ഏലിയായും നിയമദാതാവായ മോശയുമൊക്കെയായി ഈശോ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പീഡാസഹന മരണ സംഭവങ്ങളാണ് അവർ തമ്മിൽ ചർച്ച ചെയ്തതെന്നാണ് സുവിശേഷകൻ വ്യക്തമാക്കുന്നത്. ഈ ദൃശ്യം പത്രോസിന് വലിയ നിർവൃതിയിൽ ആഴ്ത്തി. പത്രോസിന് തോന്നി, ഈ നിമിഷങ്ങളിങ്ങനെ അവസാനിക്കാതെ ഇങ്ങനെ തന്നെ ഇരുന്നെങ്കിൽ. ഈശോട് പറയാണ്, നാം ഇവിടെ ആയിരിക്കുന്നത് നന്ന്. നമുക്ക് 3 കൂടാരങ്ങളുണ്ടാക്കാം. അങ്ങയ്ക്കും മോശയ്ക്കും ഏലിയായ്ക്കും. നമുക്കിവിടെ ഇങ്ങനെ ഈ സുഷുപ്തിയിൽ എപ്പോഴും ആയിരിക്കാം. പക്ഷെ പെട്ടെന്ന് ഒരു മേഘം വന്നു അവരെ മറച്ചു കളഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ആ മേഘങ്ങളിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നമുക്കും കാതോർക്കാം. സ്വർഗം നമ്മെ നോക്കി പറയട്ടെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി. ആമേൻ.